ഇന്നലെ ഇവിടെ കണ്ട് കിടന്നൊരു അടിപിടി ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. ഇന്നലെ വൈകുന്നേരം ജെട്ടി കിടന്നുറത്തിനെ കാല് കുത്തിയാൻ കുടിച്ചോളാം. നാണം ഉണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം മുണ്ടുകൊടുത്തവന്റെ കാലൊടിച്ചെങ്കിൽ പിന്നെ അഭിമാനം ഉണ്ടായിരുന്നു. നീ എന്തോ പറയുന്നത്? പിന്നെ ജെട്ടിയിട്ടുണ്ട് കിടന്നവന്റെ കാല് കുത്തി ഓടിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ വോട്ട് ജെട്ടിയിൽ കിടന്ന കുറുത്തന്റെ കാല് കുത്തി ഓടിച്ചു. ഓ, വലിയ കാര്യമായി പോയി. നീ അതൊന്നും നോക്കണം. നീ മര്യാദയ്ക്ക് ആ പെട്ടിക്കകത്ത് ഒരു 500 രൂപ. അയ്യടാ, ആറ്റുനോട്ടുണ്ടാക്കിയിട്ടിരുന്ന കടയായത്. ആദ്യം നോക്കിയിരുന്ന കട ഉണ്ടാകുമോ? ഇവളെന്തോ പറയുന്നത്? അങ്ങനെ ഉണ്ടാകുന്നതാണ്. ആദ്യം നോക്കിയിരുന്ന കട. നീ ഒരു 500 രൂപ. ഇല്ല, പൈസ തരാൻ പറ്റില്ല. ഒരു 500 രൂപ എന്റെ തോന്നുന്നു തുടരെന്ന് പറഞ്ഞ ഒന്നാമത് ഈ കടയ്ക്ക് ശരിക്കും പൂട്ട് പോലും ഇല്ല. ആ പൂട്ടിലെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ പറയാ, കള്ളം കയറും. ആ സുധാകരൻ മോലാളിയുടെ വീട്ടിൽ കള്ളം കയറി. കഷണ്ടി ഉള്ളൊരു കള്ളം കയറി എന്ന് പറഞ്ഞ മോലാളി എന്നോട് പറഞ്ഞ. കഷണ്ടിയുള്ള കള്ളനാണ് കയറുന്ന സുധാകരൻ മോലാളി എങ്ങനെ മനസ്സിലാക്കി? അല്ല പിന്നെ സുധാകരൻ മോലാളിയുടെ 15,000 രൂപ ഉള്ള വിക്കറ്റ് കൊണ്ട് പോണ്ട കാര്യം എന്തുവാ? അതൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് പറയാം, കഷണ്ടിയുള്ള കള്ളനാണ്. ഒരു 500 രൂപ മര്യാദയ്ക്ക് എടുക്കുക. ചാവക്കാട് പേപ്പർ സോവ എടുപ്പിക്കല്ലേ. ഭാര്യ ഭർത്താവൊക്കെ അങ്ങ് പോകും. ഞാൻ തീർന്നവനെ ഞാൻ പറ്റിയാനെ. പൈസ തൊട്ടാ വെട്ട് ഞാൻ ആ കൈ. ആണോ? ആണോ? എന്നാ കാണാലോ. നീ എന്റെ കൂടെ ഇറങ്ങി വന്നതിന് അന്ന് പറഞ്ഞ കാലക്കേടന്റെ. പിന്നെ ഇറങ്ങി വന്ന കഥയൊന്നും പറയണ്ട. എന്താ നിങ്ങളെ ഈ കുടി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ കുടി നിർത്താനായിട്ട് ഞാനൊരു ജവിട് തകിച്ച് തന്നായിരുന്നാ? എന്തോന്ന് തകിട് ജപിച്ച് തന്നായിരുന്നാ? അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. ഈ തകിട് ജപിച്ച് ഞാൻ നമ്മുടെ വീടിന്റെ കന്നിമൂലയെ കൊണ്ടിട്ടിട്ടുണ്ട്, അറിയാവോ? വീടിന്റെ കന്നിമൂല കൊണ്ട് തകിടിട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ കഞ്ഞി വെക്കാൻ ആ വീട്ടിൽ ഒരു മൂലയില്ല. അപ്പോഴാണ് അവള് കഞ്ഞിമൂല കൊണ്ടിട്ടേക്കുന്നത്. അവിടെ എനിക്കിത് വേണം. ഇതെന്തിനാ നിനക്ക് ഇതുപോലെ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഇതാണോ ആവശ്യമില്ലാത്ത? എവളെന്തോ പറയാം, നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം. എന്തോ ചെയ്യും? ഓട്ടെ നേരം വിളിക്കുമ്പോ എന്തോ ചെയ്യും? നീ അത് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറയാനേ അറിയാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുടുംബം നോക്കാൻ അറിയാവോ? ഞാൻ തോരത്തെ കുടുംബം. എന്റെ വീട്ടില് അടുപ്പ് പുകയുന്ന എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുകയില്ലാത്ത അടുപ്പ് വെച്ച് പരിക്കാത്ത വെച്ചിട്ട് അടുപ്പ് പോയി ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നേ. എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് താഴത്തും തലയിലും വെക്കാതെ എന്നെ വളർത്തിയത്. അത് കൊള്ളാം കേട്ടാ. താഴത്തും അല്ല തലയിലും അല്ലാതെ. അപ്പൊ ഏറെ നിർത്താൻ നിന്റെ അച്ഛനാരടി മജീഷൻ സാമ്രാജ. നിങ്ങൾ മര്യാദ കുടി നിർത്താൻ നല്ലത്. ഞാൻ കുടി നിർത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തണം. ഇല്ല, നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സദ്യ ഉണ്ടാവൂല. എങ്ങനെ? നിങ്ങൾ ഈ ഗുണ്ടായിസം നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല. നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല അത്ര. അപ്പൊ നാളെ ഉച്ച കഴിഞ്ഞാൽ നേരെ രാത്രിയാ? ഞാൻ സന്ധ്യക്ക് 6 മണിക്ക് ഉറച്ച് ചെല്ലാന്ന് ഞാൻ ഏറ്റുപോയതാണ്. നീ അറിഞ്ഞ കേസ് കറക്റ്റാണ്. ഞാനൊരു കാര്യം പറയാം, മര്യാദ ഇവിടെ പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാ. മര്യാദക്ക് 500 രൂപ എടുത്താടി. തരില്ല. ഒരു വണ്ണെങ്കിലും താടി. ഒരു വണ്ണം തരില്ല. ഒരു റോബച്ച പഴം വെട്ടി ഞാൻ. എടി ഷുഗർ ലോക ഇച്ചിരി മുട്ടായി അങ്ങനെ താടി. മുട്ടായില്ല, അങ്ങനെ ഷുഗർ ലോ ആവട്ടെ. ഈ അളവൊക്കെ കുറെ കണ്ടതാ സന്ധ്യ. മര്യാദക്ക് ഇവിടെ പോകാൻ നോക്ക്. തരത്തില്ലല്ലേ? തരത്തില്ലല്ലേ? മുട്ടായി തരില്ല. തരില്ല. ഗുണ്ടായിസം എന്റെ അടുത്ത് എടുക്കരുത്. താടി തരില്ലെന്ന് പറഞ്ഞില്ലേ?